ിലേക്കും വരാത്ത കച്ചറക പോലും എത്തിയാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന്റെ മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപകർഷമായിട്ട് അവന്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവാൻ. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തേ ഉള്ളൂ. പക്ഷെ പോയത് ഈ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രമാണ്. അവർക്ക് വേറൊരു ആളില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് ഞങ്ങളുടെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുതെന്നാണ്. അത് റിക്വസ്റ്റ് ആണ്. എനിക്ക് ഇടയ്ക്കുള്ളവർക്ക് ഒറ്റപ്പെട്ട് ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലുമില്ല. നമ്മൾ റിയാലിറ്റി ജീവിക്കണം. നമ്മൾ പെട്ടെന്നൊന്ന് റീച്ചാകാൻ കണ്ടെത്തുന്ന വഴികൾ നിങ്ങളുടെ തന്നെ ജീവിതവും നഷ്ടപ്പെടുത്തും. ഇന്നാ യുവാവ് ജീവനൊടുക്കി, ആ യുവതിയുടെ ജീവിതം എന്തായി തീർന്നു? അവിടെ ജീവിതവും പോയില്ലേ? രണ്ടുപേരുടെ ജീവിതവും നഷ്ടപ്പെട്ടു. എവിടെ പോയി എങ്ങനെ ഒളിച്ചാലും തീർച്ചയായിട്ടും ആ യുവാവിൻ്റെ കണ്ണുനീർ, ആ അമ്മയുടെ അച്ഛൻ്റെയും കണ്ണുനീർ ആ യുവതിയെ വേട്ടയാടുക തന്നെ ചെയ്യും. എന്തുമാത്രം ഹൃദയം നൊമ്പരപ്പെട്ട് വേദനിച്ച് പിടച്ചിട്ടായിരിക്കും ആ യുവാവ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അവിടെ നെഞ്ച് എന്തുമാത്രം വിങ്ങിയിട്ടുണ്ടാവും. ആ നെഞ്ചിന് പിടപ്പ് അവസാനിക്കുന്ന നിമിഷം വരെയും അത്രയേറെ അതികഠിനമായി വേദനിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങളാണ് പൊലിഞ്ഞു പോയത്. അച്ഛൻ്റെ അമ്മയുടെ ആശ്രയമാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞത്. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ശുഭപ്രതീക്ഷയാണ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞത്. ആ അച്ഛൻ്റെ അമ്മയുടെയും നൊമ്പരം അതൊരിക്കലും വിട്ടുമാറില്ല. ഇന്ന് ഈ സമൂഹത്തിൽ നമ്മൾ ഒരു കാര്യം മാത്രമാണ് അറിഞ്ഞത്. ഇതുപോലെ അറിയാതെ എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ച് ജീവിക്കുന്നു. ഓർക്കും, ഇതും നിങ്ങൾക്കൊരു പാഠമാകട്ടെ. ഈ ഒരു പാഠം ഉൾക്കൊണ്ടില്ല എങ്കിൽ ഈ കണ്ണീര് നിങ്ങളെ മൂടുക തന്നെ ചെയ്യും. ഈ കിട്ടുന്ന പണം ഒന്നും ഉപകാരപ്പെടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ സരിത എടുത്ത ആ തീരുമാനങ്ങൾ, സരിത ഇളകിയ ഇളക്കം നമ്മൾ കണ്ടതാണ്. ഇന്നും ഞാടി ഞരമ്പുകൾ മുറുകി വേദന കൊണ്ട് അതിപ്പൊളഞ്ഞ് പരിസഹായമില്ലാതെയും ശ്വസിക്കാനൊന്നും പറ്റാതെയും അതിവേദന കൊണ്ട് പൊളയുന്നു. നമ്മൾ വീഡിയോ മുത്തിനറിഞ്ഞൂടെ നമുക്ക് നിൽക്കാൻ കഴിയില്ലാണ്ട്, നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. നിന്റെ കുട്ടീന്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോ. എന്തിനു ബാബേജ് ചെയ്തത്? എന്തിനു ബാബേജ് ചെയ്തത്? എന്തിനമ്മ ചെയ്തത്? എന്തിനു സ്വന്തം ചെയ്തത്? അമ്മ നിക്കണത് സമാധാനത്തിലാണ്. നിന്നെ കൊണ്ടുപോകണം മോനെ. അമ്മന്റെ കുട്ടി അയ്യോ എന്റെ കുട്ടി പോ. ഇന്ന് ഈ കണ്ണീർ നമ്മുടെ സമൂഹം മധ്യേ എല്ലാവരുടെയും ഹൃദയത്തെ മുറിക്കുന്നവരും കണ്ണീരായിരുന്നു. ഒരു അച്ഛൻ്റെ അമ്മയുടെയും വിലാപം. ഇതിൻ്റെ കാരണക്കാരി ഷിഞ്ചിത മാത്രമായിരുന്നു. സർക്കാരിൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമത്തെ വളച്ചൊടിച്ചപ്പോൾ പൊതുസമൂഹത്തിന് കൊടുത്ത തെറ്റായ സന്ദേശത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ കണ്ണീരിൻ്റെ കാരണം. നിയമത്തെ ഇന്ന് വളച്ചൊടിച്ചത് കൊണ്ടാണ് ഇന്ന് എല്ലാവരും ദീപക്കിനൊപ്പം നിന്ന് ഇന്ന് ശബ്ദമുയർത്തുന്നത്. നമ്മൾ കാണുന്ന പല വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. എൻ്റെ സഹോദരിമാരെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, റിയലല്ല ജീവിതം. റിയൽ ലൈഫിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ഓരോ വ്യക്തികളും ജീവിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് ഓരോ വ്യക്തികളും ജീവിക്കുന്നത്. നമ്മൾ കാണുന്നത് പോലെയല്ല ഓരോ വ്യക്തികളും അവരുടെ മാനസിക ധൈര്യം. എന്ത് വന്നാലും ഞാൻ പോരാടുമെന്ന് ചിന്തിക്കുന്ന കുറേ വ്യക്തികളാണ്. പക്ഷെ ജീവിതത്തിൽ
അഭിമാനം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി വീണ്ടെടുക്കാൻ പറ്റാത്ത ആ അഭിമാനം അവന് മരണമല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ തോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കരുത്. റിയാലിറ്റി ജീവിക്കണം. നിങ്ങൾ മറ്റുള്ള ജീവിതം വെച്ച് പന്താടരുത്. ഈ ഷിംജിത എന്ന ആ യുവതിക്ക് തീർച്ചയായിട്ടും പണിഷ്മെൻ്റ് കൊടുക്കണം. അത് കൊടുത്താൽ മാത്രം തന്നെ ഇന്ന് പൊതുസമൂഹത്തിന് ഒരു ആത്മധൈര്യവും ആത്മവിശ്വാസവും നമ്മുടെ നിയമത്തിൽ ഉണ്ടാവുകയുള്ളൂ. നവീൻ ബാബുവിൻ്റെ കൊലയാളിക്കും ഈ ശിക്ഷ കൊടുക്കണം. ഈ സമ്മർദ്ദത്തിലാഴ്ത്തി ആ വ്യക്തിയെയും കൊലപ്പെടുത്തിയ ദിവ്യയും ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്ത് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കണം ഈ ഭരണകൂടം. അത് മാത്രമേ ഇന്ന് നീതിയായിട്ടുള്ളൂ. കള്ളന്മാർക്ക് വേണ്ടിയിട്ട് അയ്യോ അയ്യോ പാവോ എന്ന് വിളിച്ച് കരഞ്ഞു മുറവിളി കൂട്ടി അവർക്ക് സാലറി കൂട്ടി കൊടുത്ത നിങ്ങൾ ഒരു വാക്ക് ചിന്തിച്ചോ? അവർ അനാഥമാക്കപ്പെട്ട അവരുടെ അമ്മമാർ, അവരുടെ പിതാക്കന്മാർ, ഭാര്യമാർ, മക്കൾ, അവരുടെ കടബാധ്യതകൾ, മുന്നോട്ടുള്ള അവരുടെ ജീവിതം, നല്ല അവരുടെ സ്വപ്നങ്ങൾ എല്ലാം കണ്ണീരിലാഴ്ത്തിയവരെ നിങ്ങൾ പരീക്ഷിക്കുന്നു. ഇവരുടെ കണ്ണീരിന് ആര് വില കൊടുക്കും? ഇവർക്ക് എങ്ങനെ നിങ്ങൾ നീതി കൊടുത്തു? കള്ളന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്കും അവർക്ക് അവരുടെ ദുഃഖമാണ്, അവരുടെ സങ്കടമാണ്, അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ച നിങ്ങൾ അവർക്ക് അതിനു വേണ്ടിയിട്ട് പോംവഴിയും കണ്ടെത്തി. പക്ഷെ എന്തുകൊണ്ട് ഇന്നും ജീവിതം ശൂന്യമായി കഴിയുന്ന നിരപരാധിയായ വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് എന്ത് പോംവഴി നിങ്ങൾ കണ്ടെത്തി കൊടുത്തു? ഒരു കൊലപാതകയോ അല്ലെങ്കിൽ കള്ളിയോ പിടിച്ചുപറിക്കാരിയായ ഒരു യുവതിക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ മിഷൻ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞു. വീട്ടിൽ ജീവിതം നഷ്ടപ്പെടുത്തി തൻ്റെ പ്രിയപ്പെട്ടവർ പോയതോർത്ത് ദുഃഖിച്ച് കഴിയുന്ന ആ കുടുംബത്തിന് നിങ്ങൾ ഇതെന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തോ? മിഷൻ വാങ്ങിച്ചു കൊടുത്തോ? ആ കുഞ്ഞുങ്ങൾക്ക് അന്നം ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ കുടുംബത്തിൻ്റെ കടബാധ്യത നിങ്ങൾ അറിഞ്ഞോ? ആ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടത് നിങ്ങൾ ചിന്തിച്ചോ? അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? അതാണ് ചെയ്യാനുള്ളത്. നിങ്ങൾ കള്ളന്മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചൂട്ട് പിടിക്കുകയല്ല ചെയ്യാനുള്ളത്. അവർക്ക് വഴി ഒരുക്കുകയല്ല നിങ്ങൾ ചെയ്യാനുള്ളത്. ഈ സംവിധാനം മാറണം. തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസം. ഇന്ന് ആ കമ്മ്യൂണിസം എന്ന പദത്തിന് തന്നെ അപമാനമായി മാറി ഇന്നത്തെ പിണറായി വിജയനും ബാക്കി സഖാക്കളും. സാർ, നിങ്ങളാണിത് ചിന്തിക്കാനുള്ളത്. നിങ്ങളുടെ ഭരണ സംവിധാനം അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന വിധത്തിലേക്ക് മാറണം. ഇത് തെറ്റാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഈ ചിന്തകൾ. രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് ജയിലിട്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭർത്താവിനെ ചതിച്ച സ്ത്രീയ്ക്ക് വേണ്ടിയിട്ടോ? അതോ ഭർത്താവിനെ ചതിച്ച് ഫ്ലാറ്റ് എടുത്ത് സുഖിക്കാൻ വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത യുവതിക്ക് വേണ്ടിയിട്ടോ? അത് നിങ്ങളോട് തട്ടിച്ചോദിക്കുന്ന ഒരു നേതാവിന് നിങ്ങളുടെ ശബ്ദം വിച്ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടോ? ആ ഒരു ശബ്ദം നിങ്ങൾക്ക് പല ആപത്തും വരുത്തുമെന്ന് അറിയാവുന്നത് കൊണ്ടല്ല ഇന്ന് ഈ ഒരു നിയമക്കുരുക്ക് നിങ്ങൾ ചെയ്തു വെച്ചത്. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ എത്രയോ നേതാക്കൾ ഇന്നും ഞെളിഞ്ഞ് ജീവിക്കുന്നു. ഈ പീഡനത്തിന് ഇരയായ വ്യക്തികൾ ഇന്നും അപമാനം കൊണ്ട് ജീവിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു നിയമ നടപടി അവർക്ക് വേണ്ടിയിട്ട് സ്വീകരിച്ചു? മന്ത്രിമാർക്കൊന്ന് മറ്റുള്ളവർക്കൊന്നെന്നാണോ? ഇതൊക്കെ മാറണം. ഒരു രാഹുലിനെ നിങ്ങൾ നിശബ്ദനാക്കിയെങ്കിൽ ഒത്തിരി രാഹുലന്മാർ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും. ഒത്തിരി വ്യക്തികൾ വീണ്ടും ഇന്ന് സമൂഹത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ച് ജീവിക്കുന്ന ഒത്തിരി വ്യക്തികൾക്ക് നിങ്ങൾ അത്താണിയായി മാറണം. അതാണ് ഒരു ഭരണകൂടം ചെയ്യാനുള്ളത്.
അല്ലാതെ മറ്റുള്ളവർക്ക് ഒന്ന് പാവപ്പെട്ടവനൊന്ന് പണക്കാരനൊന്നൊന്ന് നീതി അത് ഒരിക്കലും യോജിച്ചതല്ല. എന്തായാലും ഷിഞ്ചിത, നീ എടുത്ത ഈ ഒരു തീരുമാനം, ഈ റീല് നിന്റെ മാത്രമല്ല ആ യുവാവിൻ്റെ ജീവനും കൊടുത്തു. എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങളോട് എനിക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ റിയാലിറ്റി ജീവിക്കണം. നമ്മൾ പെട്ടെന്നൊന്ന് റീച്ചാകാൻ കണ്ടെത്തുന്ന വഴികൾ നിങ്ങളുടെ തന്നെ ജീവിതവും നഷ്ടപ്പെടുത്തും. ഇന്ന് ആ യുവാവ് ജീവനൊടുക്കി, ആ യുവതിയുടെ ജീവിതം എന്തായിത്തീർന്നു? അവിടെ ജീവിതവും പോയില്ലേ? രണ്ടുപേരുടെ ജീവിതവും നഷ്ടപ്പെട്ടു. എവിടെ പോയി എങ്ങനെ ഒളിച്ചാലും തീർച്ചയായിട്ടും ആ യുവാവിൻ്റെ കണ്ണുനീർ, ആ അമ്മയുടെ അച്ഛൻ്റെയും കണ്ണുനീർ ആ യുവതിയെ വേട്ടയാടുക തന്നെ ചെയ്യും. എന്തുമാത്രം ഹൃദയം നൊമ്പരപ്പെട്ട് വേദനിച്ച് പിടച്ചിട്ടായിരിക്കും ആ യുവാവ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അവിടെ നെഞ്ച് എന്തുമാത്രം വിങ്ങിയിട്ടുണ്ടാവും. ആ നെഞ്ചിന് പിടപ്പ് അവസാനിക്കുന്ന നിമിഷം വരെയും അത്രയേറെ അതികഠിനമായി വേദനിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ കണ്ട സ്വപ്നങ്ങളാണ് പൊലിഞ്ഞു പോയത്. അച്ഛൻ്റെ അമ്മയുടെ ആശ്രയമാണ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞത്. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ശുഭപ്രതീക്ഷയാണ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞത്. ആ അച്ഛൻ്റെ അമ്മയുടെയും നൊമ്പരം അതൊരിക്കലും വിട്ടുമാറില്ല. ഇന്ന് ഈ സമൂഹത്തിൽ നമ്മൾ ഒരു കാര്യം മാത്രമാണ് അറിഞ്ഞത്. ഇതുപോലെ അറിയാതെ എത്രയോ വ്യക്തികളുടെ ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ച് ജീവിക്കുന്നു. ഓർക്കും, ഇതും നിങ്ങൾക്കൊരു പാഠമാകട്ടെ. ഈ ഒരു പാഠം ഉൾക്കൊണ്ടില്ല എങ്കിൽ ഈ കണ്ണീര് നിങ്ങളെ മൂടുക തന്നെ ചെയ്യും. ഈ കിട്ടുന്ന പണം ഒന്നും ഉപകാരപ്പെടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ സരിത എടുത്ത ആ തീരുമാനങ്ങൾ, സരിത ഇളകിയ ഇളക്കം നമ്മൾ കണ്ടതാണ്. ഇന്നും ഞാടി ഞരമ്പുകൾ മുറുകി വേദന കൊണ്ട് അതിപ്പൊളഞ്ഞ് പരിസഹായമില്ലാതെയും ശ്വസിക്കാനൊന്നും പറ്റാതെയും അതിവേദന കൊണ്ട് പൊളയുന്നു. നമ്മൾ വീഡിയോ